Good afternoon to all. Good afternoon. Muted or yeah. Okay, unmuted. You can speak now. Good afternoon, Miss. 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 ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യാറ് എന്തെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ട്. സീരിയസ്ലി ഞാൻ ചുമ്മാ ഇരിക്കുന്നില്ല, സീരിയസ് ആയിട്ട് കഴിക്കുന്നു. എന്തോ ഒരു എവിടുന്നോ ഒന്നിറങ്ങി വന്നൊരു ഫീല് അല്ലേ? എനിക്ക് ഞാൻ തോന്നാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചാ ഇത്ര നേരം നമ്മളങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മളോട് തുറന്നു വരുന്ന ഒരു ഫീൽ ആയിരിക്കും അല്ലേ? ഇങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയുമ്പോ എനിക്ക് കേൾക്കുമ്പോ ഒരു സുഖ മീൻസ് അത്രയും നേരം നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുമ്പോ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുമ്പോ എനിക്ക് എന്തോ ഒരു ആ ഒരു അടഞ്ഞിരുന്നോടൊന്ന് പുറത്തുനിന്ന് ഒരു എനിക്ക് തോന്നുന്നു പറ്റും. നിങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. സോ ഞാൻ പൊതുവെ എന്റെ ക്ലാസ്സിൽ അല്ല ടീച്ചേഴ്സിന് കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങളുടെ ശല്യം കാരണമാണ് ഈ മ്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഞാൻ പൊതുവേ മ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കാറില്ല. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അയ്യോ നിങ്ങളിങ്ങനെ സംസാരിക്കാതിരിക്കുമ്പോ എന്തോ പോലെ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് ആയിക്കോട്ടെ, സബ്ജക്ട് ക്ലാസ് ആയിക്കോട്ടെ, ഏത് ക്ലാസ് ആണെങ്കിലും ഞാൻ മ്യൂട്ട് ചെയ്യാറില്ല. മ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കും. എനിക്ക് നിങ്ങൾ കേൾക്കണം, പറയാൻ കേൾക്കണില്ല. ഓപ്പോസിറ്റ് നിങ്ങളുണ്ട് എന്നൊരു തോന്നലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? മഴയുണ്ടോ അവിടെ? നല്ല മഴയാണ്. ഇവിടെയും നല്ല മഴയാണ്. ഇവിടെ മഴയുണ്ടായിരുന്നു രാവിലെ, ഉച്ചയ്ക്കും പെയ്ത് പിന്നെ പോയി. ഇവിടെ മഴക്കാരുണ്ട്. ചുമ്മാ ഇങ്ങനെ ഇരിക്കാൻ കുറച്ച് നേരം കിടന്നു മീൻസ് കലോചിച്ച് കിടന്നത് നല്ല രസം. ആരും നോക്കാൻ പറ്റും. ക്ലാസ്സിൽ വരാൻ മടിയായി ശരിക്കും പറയുന്നത്. സത്യം പറയാലോ മടിയാണ്. ഇന്ന് എന്റെ ക്ലാസ് അല്ല അല്ലേ? എന്റെ ക്ലാസ് അല്ല ഇന്ന്. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഉറങ്ങിയേനെ. ദിവസം ഉറക്കാൻ പറ്റാ വരാനാ. ബാക്കിയുള്ള ക്ലാസ്സിൽ ഞങ്ങൾ ഉറക്ക് വരും. മിസ്സിന്റെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഉറക്ക് വരും. ആരൊക്കെ കണ്ടിട്ട് പറയുന്നത്? അത് മാത്രല്ല ഞാൻ ക്ലാസ് ഇന്നലെ ആദ്രമിച്ച് ചോദിച്ചു. അപ്പൊ ഞാൻ ആരോ പറഞ്ഞു മിസ്സിന്റെ ക്ലാസ് മാത്രമേ ഉറങ്ങാതിരിക്കുന്നുള്ളൂ, ബാക്കി ക്ലാസ്സിലെല്ലാം ഉറക്കമിരിക്കണേ. മോശമായി അങ്ങനെ പറഞ്ഞത്, മോശമായി പറഞ്ഞു മിസ്. എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെയില്ല, പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അത് മറ്റു ടീച്ചേഴ്സിനെ കുറ്റം പറയുന്നല്ലോ. നമ്മളിങ്ങനെ മ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കുമ്പോ ശ്രദ്ധിച്ചിരിക്കും. പക്ഷേ നമ്മൾ എത്രത്തോളം എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു സത്യമുണ്ട് അല്ലെ? ഒരു സത്യമുണ്ട്. ഞാൻ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം ടീച്ചേഴ്സിന് പോർഷൻ തീർത്തേ പറ്റും. അവർ ക്ലാസ് എടുക്കണം. അതായത് അവരുടെ ഡ്യൂട്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ക്ലാസ് എടുത്തേ പറ്റും. ക്ലാസ് എടുക്കണം അല്ലെ? സോ എനിക്ക് ഇത് കോംപ്ലിമെന്റും ആണ്, അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട് അതിൽ കേട്ടോ. അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോ ക്ലാസ് എടുക്കുമ്പോൾ ഓൺലൈനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യും പോലെ തോന്നില്ല. അതെ അതെ അതെ. അതിങ്ങനെ നമ്മളിങ്ങനെ ഞാൻ എന്റെ സംസാരിച്ചാണ് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ്. മറ്റത് ക്ലാസ് ആണ്, പഠിക്കണം. ആ പഠിക്കാനുള്ള ഒരു മടി കൊണ്ടാണ് ഉറക്കം വരുന്നത്. മനസ്സിലായോ? പഠിക്കാൻ അല്ലെങ്കിൽ എല്ലാവർക്കും മടിയല്ലേ? പുസ്തകം എടുത്ത് ഒരു ബുക്ക് എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങൾക്ക് അപ്പുറക്കം വരും. അതങ്ങനെയാണ്. ബിക്കോസ് എന്താണ് നിങ്ങൾ പഠിക്കുകയാണ്. പക്ഷെ ഇപ്പോ നിങ്ങൾ പഠിക്കുകയാണോ ഇല്ല? അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുടെ വർത്തമാനം പറയുന്ന ഒരു ഫീലല്ലേ ഇപ്പൊ കിട്ടുന്നത് അല്ലേ? ആണല്ലോ. അതുകൊണ്ട് മാത്രം നിങ്ങൾ ഉറങ്ങുന്നില്ല. മനസ്സിലായ?
അല്ലാതെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടോ എന്റെ ക്ലാസ് സ്വന്തമായിട്ടോ ഒന്നുമല്ല. ഞാനിങ്ങനെ വളരാതെ സംസാരിക്കുന്നുണ്ടോ, എന്റെ കൂടെ നിങ്ങൾ സംസാരിക്കും, അതുകൊണ്ട് മാത്രം. ഞാൻ അല്ലെങ്കിൽ എന്നെ പൊക്കി പറയാണെന്ന് വിചാരിക്കരുത്. ഞാൻ പൊക്കി പറഞ്ഞല്ല, നോർമലി ഞാൻ പറയുന്നതാണ്. ഞാനിപ്പോ സബ്ജക്ട് ആണെങ്കിൽ പോലും എനിക്ക് മോണ്ടിസോറി ക്ലാസ് ഉണ്ട്. അതിന് എക്സാം ഉള്ള സബ്ജക്ട് ആണ്, ഇംഗ്ലീഷ് ആണ്. സോ അവിടെ എനിക്ക് ഐ തിങ്ക് 15 ചാപ്റ്റേഴ്സ് എനിക്ക് എടുക്കാനുണ്ട്. 15 ചാപ്റ്റേഴ്സ് എനിക്ക് എടുക്കാനുണ്ട്. ഓക്കെ, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ തീർക്കുന്നത് ഇതുപോലെ കഥ പറഞ്ഞ ഞാൻ സംസാരിക്കും. ഞാൻ കണ്ടിന്യൂസ് ക്ലാസ് നോക്കില്ല, എനിക്ക് ഭയങ്കര ബോറടിക്കും. അയ്യോ, ഭയങ്കര സീനാ. അതുപോലെ തന്നെ സബ്ജക്ട് ഞാനിവിടെ എപ്പോഴോ അതുപോലെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എനിക്ക് ആക്ച്വലി സബ്ജക്ട് എടുക്കേണ്ടതായി വന്നിട്ടുണ്ട് കേട്ടോ. മീൻസ് ടീച്ചേഴ്സ് പഠിക്കുന്ന പോലെ കുറച്ച് ചാപ്റ്റേഴ്സ് ഞാൻ ആക്ച്വലി എടുത്തിട്ടുണ്ട്. സോ അതും അതിങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ അതുപോലെ സംസാരിക്കും. ഞാൻ അതിൽ പോലും മ്യൂട്ട് ചെയ്തിട്ടില്ല. അൺമ്യൂട്ട് ചെയ്തിട്ട് അവരുടെ കുറച്ച് സംസാരിച്ച് ക്ലാസ് ഒക്കെ എടുത്ത് വീണ്ടും സംസാരിച്ച് ക്ലാസ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ എടുത്തോണ്ടിരുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെയാണ്. ഞാൻ അങ്ങനത്തെ ടൈപ്പാണ്. പ്രത്യേക ടൈപ്പാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ്. എനിക്കല്ലാതെ പറ്റിയ എനിക്കെന്നെ ബോറടിക്കും. അപ്പൊ നിങ്ങളുടെ അവസ്ഥ പറയണോ? അതുകൊണ്ട് അങ്ങനെയൊക്കെ. പിന്നെന്താ പറയൂ. ഞാൻ പിന്നെന്താ എന്തെങ്കിലും പറയാനുണ്ടോ? കുറച്ച് വർത്താനം പറയാം. കാരണം എത്ര നേരം നിങ്ങൾ ബോറടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കാര്യം പറഞ്ഞു. ഞാൻ ക്ലാസ്സിൽ വരുമ്പോ കൂടുതലും സംസാരിക്കാൻ കാരണം വേറൊന്നും ഉണ്ടല്ലോ കേട്ടോ. നിങ്ങളൊന്ന് ആക്റ്റീവ് ആക്കണം. കാരണം എനിക്കറിയാം നിങ്ങൾ പഠിച്ച് അത് കേട്ടിരുന്ന് കുറച്ച് മൂടപ്പാട്ടിരിക്കുന്നതാണ്. സ്വന്തം ആക്റ്റീവായിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ മനഃപൂർവ്വം സംസാരിക്കുന്നതാണ്, അത് വേറെ കാര്യം. എന്നാലും എന്നോട് നിങ്ങൾ എത്ര ബോറാണ് മിസ് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കും. എനിക്ക് അല്ലാതെ പറ്റില്ല. വന്നിട്ട് ഓക്കെ ഇങ്ങനെ എടുക്കാം. നിങ്ങൾ ചോദിക്കും ഓരോ സേവനം എടുക്കുമ്പോ. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ 2-3 ദിവസം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്ത് പറ്റി മിസ്സേ എന്ന് ചോദിക്കും. ഇങ്ങനെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കാറ്. മിസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മിസ് എന്ന് ചോദിക്കും. ഓക്കെ ആണോ എന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് ഇഷ്ടമല്ല. ചിലപ്പോൾ മൂഡ് ഓഫ് ഒക്കെ ആകുമ്പോൾ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. വിശേഷം പറയാൻ മൂഡില്ലെങ്കിൽ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് തന്നെ പോകും. ഇന്നെനിക്ക് നല്ല മൂഡ്, സംസാരിക്കാനുള്ള മൂഡ്. എന്നാലും ക്ലാസ് എടുക്കും ഞാൻ. ഓക്കെ, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. എന്നാ ടീച്ചേഴ്സിനോട് പറയൂ. ഞാൻ ആതിര മിസ്സിനോട് വേണമെങ്കിൽ പറയണോ? ഞാൻ ആതിര മിസ് ഉണ്ട്, മില്ലു മിസ് ഉണ്ട്, ഇവരോടൊക്കെ ഞാൻ വേണമെങ്കിൽ പറയാം. കുറച്ച് സംസാരിച്ചിട്ടൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി പറയാം. ഞാൻ പറയണ്ടേ? പറയാം. ഓക്കെ, മോണ്ടിസോറി. ഓക്കെ, ഓഫ് കോഴ്സ് ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ. അവിടെ ഇതിനേക്കാളും വളവളയാണ് ഞാൻ. മോണ്ടിസോറി വരെ പറയേ വേണ്ട. പിന്നെന്താ എന്തൊക്കെ പറയാനുണ്ടോ? മിസ്സിന് ഞാൻ റിക്വസ്റ്റ് അയച്ചിരുന്നു. ആക്സെപ്റ്റ് ചെയ്തോ? ഞാൻ ചെയ്തായിരുന്നോ? അനുശ്രീ, ഞാൻ ഓർക്കുന്നു. ഐ തിങ്ക് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലാന്നോ? ചെയ്തോ? ഐ തിങ്ക് സോ. ആലോചിച്ചു ആരായിരിക്കും ആലോചിച്ചു. ആക്സെപ്റ്റ് ചെയ്യണോ? ഞാനിപ്പോ ചെയ്യാം. ഇപ്പൊ തന്നെ ചെയ്യണം. ഞാൻ മറന്നു. ഞാൻ ചെയ്തിരുന്നു. ഓക്കെ, ഞാനും ചെയ്തിരുന്നു. അമ്മ ചെയ്തിരുന്നു. നിങ്ങളുടെ പ്രൊഫൈൽ നെയിം എന്തൊക്കെയാ? എന്തോ എന്നെ ചെയ്തില്ലേ? നിങ്ങളുടെ പ്രൊഫൈൽ നെയിം എന്താ? അത് പറയൂ. ആക്സെപ്റ്റ് ചെയ്തു. ഞാൻ ചെയ്തു. ചിന്നു ചെയ്തു. അമൃതനെ ചെയ്തു. ഓക്കെ. ഹസീന ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. മിസ്സീസ് അസീസോ? അയ്യോ, ഒന്നോടൊന്നും റിക്വസ്റ്റ് ആയിക്കോട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മളോട്. ഞാൻ ഗേൾസിനെ ആക്സെപ്റ്റ് ചെയ്യും. മെൻസിനെ ഞാൻ പൊതുവെ ആക്സെപ്റ്റ് ചെയ്യാറില്ല കേട്ടോ. ഓക്കെ, സോ ഹസ്ബൻഡിന്റെ ഫോണിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അക്കൗണ്ടിൽ നിന്നൊക്കെ ഫോളോ ചെയ്യുന്നവരോട് പ്രത്യേകം പറയണം കേട്ടോ. ആണോ? നിങ്ങളൊക്കെ ബാച്ചിലർ സ്റ്റുഡൻസാ? അറിയില്ല, നിങ്ങൾ പറയുമ്പോഴും അറിയുന്നത്. മിസ്സീസ് അസീസ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ റിക്വസ്റ്റ് ആയിക്കോട്ടെ. ആക്സെപ്റ്റ്. ഓക്കെ, ശരി.
പിന്നെന്താ, പിന്നെന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പ്രവിത ദീപു, പ്രവിത ക്ലാസ്സിലാണോ? ക്ലാസ് റീഫ്രഷ് ചെയ്തല്ലേ? അറിയുന്നില്ല ഞാൻ. എന്റെ ഫോളോവേഴ്സ് ആണോ നിങ്ങള്? അറിയുന്നില്ല കേട്ടോ. പറയണം. പക്ഷെ ഞാൻ 27 ബാച്ച് ആണെന്നൊക്കെ മെസ്സേജ് അറിയുള്ളൂ. ഞാനില്ല. ഒരുപാട് ബാച്ച് ഉണ്ട് കേട്ടോ, ഒരുപാട് ബാച്ചസ് ഇല്ലേ. എന്റെ ഫോളോവേഴ്സ് മുഴുവനായിട്ട് സ്റ്റുഡൻസാ. വേറെങ്കിലും പറയാനുണ്ടോ? ഇത് ബോറടിക്കുന്നുണ്ടോ? 35 സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിലുണ്ട്. നമ്മൾ എങ്ങനെയാ മെസ്സേജ് അങ്ങനെയാ മെസ്സേജ്? ചിഞ്ചു, ചിഞ്ചുവിന് എനിക്കറിയാം. ചിഞ്ചു, ചിഞ്ചു എനിക്കറിയാം. 2 പ്രൊഫൈലിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ച ആളല്ലേ? അല്ലേ? ആണോ? അല്ലേ? അതെ അതെ അതെ. ഓക്കെ, പിടികിട്ടി. കണ്ടോ കണ്ടോ കണ്ടോ, 2 അക്കൗണ്ട് മെസ്സേജ് അയച്ചു. ഞാൻ വിളിച്ചു എന്നാ ഇങ്ങനെ ഓരോ ആളുകളുടെ മനസ്സിലായി. ചെയ്തല്ലേ ചെയ്തു. ഓക്കെ, ഇപ്പോ ഇൻസ്റ്റ ആയല്ലോ കംപ്ലീറ്റ്. അത് പോട്ടെ. അനുശ്രീ ലൈക്ക്, അനുശ്രീ ക്ലാസ്സിലേക്ക് വാ, അങ്ങോട്ട് ഇവിടെ വാ, ഇവിടെ വാ. മിസ്സിന്റെ നെയിം പ്രൊഫൈൽ നെയിം അത് ഞാൻ പറയില്ല. ഒന്നും പറയാൻ പാടില്ല. റോസ് കൂടിയ വിനി മനസ്സിൽ ഫോളോ ചെയ്യുന്നവർക്ക് എടുത്ത് എല്ലാ ടീച്ചേഴ്സിനെയും കിട്ടും. ഈസിയാ. ഓക്കെ, എല്ലാരും എന്നാ നേരിട്ട് കാണാം. നിങ്ങൾ ഞാൻ ഈ അൺമ്യൂട്ട് ചെയ്താൽ എന്തിനാ ഇങ്ങനെ മെസ്സേജ് ചെയ്യണമെങ്കിൽ എനിക്കിത് കിട്ടിയതാ പോരെ. എല്ലാരെയും നമുക്ക് കോൺവെക്കേഷന് കാണാം. കോൺവെക്കേഷന് വരും. എനിക്ക് ജൂലൈ 11 ജൂലൈ 18 കോൺവെക്കേഷൻ ഉണ്ട് കേട്ടോ. HA23 ബാച്ചിന്റെ ആണ് ജൂലൈ 11 ആൻഡ് 18 വരുന്നത്. എന്തോ റീൽസ് ഉണ്ടോ? എന്തോ കേട്ടില്ല. അന്ന് ഡാൻസ് കളിക്കോ? പിന്നെ പഠിച്ചിട്ടില്ലാന്നുള്ളൂ, തെറ്റിക്കും. അല്ലാതെ സൈഡിൽ നാണം കെട്ടി ഞാൻ തെറ്റിക്കും. ഉള്ളതാണ്. ഇങ്ങനെ നന്നായിട്ട് കളിക്കണമെന്ന് വെച്ചാലും ഞാൻ തെറ്റിക്കും. പ്രാക്ടീസ് വളരെ കുറവാ. നാളെ ചെയ്യണം. മടിയാവാ ശരിക്കും. ഓക്കെ, പിന്നെ അത് വെച്ച് HA23 ബാച്ചിലെ സ്റ്റുഡൻസിനൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനത് വെയിറ്റിംഗ് ആണ്. എന്റെ ബാച്ചായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ ആ ബാച്ചായിട്ട്. ആ ബാച്ചിൽ ഞാൻ ഇംഗ്ലീഷ് അല്ലായിരുന്നു, സബ്ജക്റ്റ് ആയിരുന്നു. സോ നല്ല കമ്പനിയാണ്. സോ ഞാനിങ്ങനെ പറഞ്ഞവരോട് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട്, ചെയ്യുന്ന അങ്ങനെ പെർഫോമൻസ് ഒന്നും ചെയ്തിട്ടില്ല. സോ അവരെ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്, പ്രിപ്പറേഷനിലാണ്, ഡാൻസ് പഠിക്കുന്നുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. സോ ഞാൻ അവരെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ജൂലൈ 11 എല്ലാവരും വരും. നേരിട്ട് മീറ്റ് ചെയ്യണം, സംസാരിക്കണം. അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആട്ടോ. പിന്നെ ഞങ്ങൾ ഡാൻസിന് കയറുമ്പോഴാണ് മടി വരാം. കളിച്ച് തീരുമ്പോഴും സമാധാനം കിട്ടാം. സ്റ്റേജിൽ കയറുമ്പോൾ ടെൻഷൻ ആയിരിക്കും. ഓക്കെ, ബോറടിക്കുന്നുണ്ടോ? നമ്മുടെ ബാച്ചിനെ കാണാൻ വെയിറ്റിംഗ് ഉണ്ടോ? എന്തോ? ഞങ്ങളുടെ ബാച്ചിനെ കാണാൻ വെയിറ്റിംഗ് ആണ്. ഓ അങ്ങനെ നമ്മുടെ കമ്പനി ആവട്ടെ. ഞാൻ എല്ലാ ബാച്ചിനെയും കാണുന്നത് വെയിറ്റിംഗ് ആണ്. പക്ഷെ എന്നാലും ചില ബാച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര അയ്യോ ഇത് ഭയങ്കര നമ്മൾ കാത്തിരിക്കില്ലേ, അതുപോലത്തെ ഒരു ബാച്ചാണ് 23. അങ്ങനത്തെ ഒരു ബാച്ച് ഉണ്ടായത് മോണ്ടിസോറി ബാച്ച് ഉണ്ട്, 88 ബാച്ച് 98. അത് ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു കാണാം. അതുപോലെയാണ് ഒരു HA23 വരുന്നത്. എനിക്ക് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആകും കേട്ടോ. ആയിക്കോളൊന്നുമില്ല, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആയിക്കോളൊന്നുമില്ല. റിക്വസ്റ്റ് അയച്ച് കളിക്കുകയാണ് നിങ്ങള്. എനിക്ക് ഫോൺ ഉണ്ടായത് കളിക്കും. മതി ഇതെന്ത് കൊള്ളാം. ഓക്കെ, മതി. പിന്നെ ക്ലാസ് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇന്ന് ക്ലാസ് എടുക്കണ്ടേ നിങ്ങൾക്ക്?
ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടോ? സത്യം പറയും, ഞാൻ കുറച്ചു നേരം ക്ലാസ് എടുക്കാം എന്നിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് ഇല്ലെന്നാ. ഞാൻ തന്നെ ക്ലാസ് എടുക്കാൻ പോവാ. മതി 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 മതി, അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്തോ ബുദ്ധിമുട്ട് തോന്നും. ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഇതേപോലെ ഒരു HA24 ഒരു ബാച്ച് ഉണ്ടാവും. HA24 ബാച്ച് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. വളരെയധികം കുറച്ച് സ്റ്റുഡൻസ് അതിനകത്തുണ്ടാവും. ഒരു 5-6 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. സോ ഞാൻ ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയതാ. ക്ലാസ് എടുത്തിട്ടില്ല, വർത്തനം പറയാതെ ഒന്നും മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് 24 ബാച്ച്. അവിടെ ആ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാല് ഞാൻ കുറച്ചൊരു ടെൻഷൻ ഫ്രീ ആയിട്ടാ പോവാണ്. മിക്ക ക്ലാസ്സിലാണെങ്കിൽ പോലും ആ ക്ലാസ്സിൽ കയറുമ്പോൾ കുറച്ച് ഞാൻ റിലാക്സ്ഡ് ആയിരിക്കും. കാരണം ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഞാൻ ജോയിൻ ചെയ്ത് ഐ തിങ്ക് ഒരു 3 years ago ആയി. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് എടുക്കാതെ സംസാരിച്ച് 1 hour തീർത്തു. അങ്ങനത്തെ ഒരു ബാച്ച് അവരാട്ടോ. ഒരു പാസ് ഔട്ടായി പോയി. കഴിഞ്ഞ വീക്കായിരുന്നു, കഴിഞ്ഞ വീക്ക് ലാസ്റ്റ് വീക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. സോ ഞാനപ്പോ പറയായിരുന്നു എന്റെ ലൈഫില് ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 1 hour ക്ലാസ് എടുക്കാതെ ഈ ജ്ഞാനം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അവരുടെ ഡീറ്റെയിൽ മാറട്ടെ. സോ അങ്ങനത്തെ ഒരു ക്ലാസ് ഇനി വേണ്ട. എനിക്ക് അതിൽ തന്നെ ഭയങ്കര റിഗ്രറ്റ് അടിച്ചു. ഷോ ക്ലാസ് എടുക്കാതെ പോവാന്ന് പറയുന്നത് ഭയങ്കര ദുർബലമുള്ള കാര്യം എനിക്ക്. പക്ഷെ അവരെങ്ങനെയാ, അവര് സംസാരിച്ച് നിർത്തില്ലാന്നേ. ഞാനിങ്ങനെ ഉണ്ടായിരിക്കും, ഇവിടെ എന്നെ കളിയാക്കും, അങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കും. സോ അത് അങ്ങനത്തെ ഒരു പിള്ളേരായിരുന്നു. അവര് പോയി. ഓക്കെ, അതുകൊണ്ട് ഇനി കുറച്ച് ക്ലാസ് എടുക്കാം. നമ്മള് വേർബ് കംപ്ലീറ്റ് ചെയ്തു. വേർബ് എന്തായാലും പഠിക്കണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ വായിക്കുന്നതും പറയുന്നതൊക്കെ തെറ്റാണ്, കുറച്ചൊക്കെ ശരിയാണ്, കുറച്ചൊക്കെ തെറ്റാണ്. സോ പ്രാക്ടീസ് ചെയ്തേ പറ്റും. ഓക്കെ, ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് എവറി ഡേ. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു ഫ്ലുവൻസിയും ആ ഒരു ഫ്ലുവൻസി ഒക്കെ വരുള്ളൂ. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കാൻ പറ്റും. അതിൽ ഓരോ വേർബും നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവും. വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ യു മസ്റ്റ് പ്രാക്ടീസ് ഇറ്റ് എവറി ഡേ. ഓക്കെ, അങ്ങനെ വേർബ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്താണെന്ന് അറിയണ്ടത് എല്ലാവരും. കേട്ടിട്ടുണ്ട്, കേൾവി മാത്രമേ ഉള്ളൂ, കേട്ടറിവ് മാത്രമേ ഉള്ളൂ അല്ലെ. സോ അറിഞ്ഞിരിക്കാം. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത് ഒന്നുമില്ല, എനിക്ക് വേറെ നോട്ട് കിട്ടിയില്ല. ഇംഗ്ലീഷിന് സെപ്പറേറ്റ് കിട്ടിയത് വേറെ ക്ലാസ് ആണ്. സോ ഇവിടെ അവൈലബിൾ ആയ ഒരു നോട്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് എടുത്തിട്ട് കേട്ടോ. ഇത് ഞാൻ എടുക്കുന്നതായിട്ട് ഒരു ബന്ധവും ഇല്ല കേട്ടോ. അത് ആദ്യം പറയുകയാണേ, അഡ്ജക്റ്റീവ് ആണ് ഞാൻ എടുക്കുന്നത്. അഡ്ജക്റ്റീവ് അഡ്ജക്റ്റീവും ആഡ്വേർബ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രിപ്പോസിഷനിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോ വാട്ട് ഈസ് അഡ്ജക്റ്റീവ്? വാട്ട് ഈസ് അഡ്ജക്റ്റീവ്? എന്താണ് അഡ്ജക്റ്റീവ്? Adjective is a word that modifies or describes a noun or pronoun. Noun-നെയോ pronoun-നെയോ ഡിസ്ക്രൈബ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് എന്ത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, noun pronoun എന്താണെന്ന് അറിയാലോ അല്ലെ? What is noun and what is pronoun? We already discussed that. അല്ലെ? already പഠിച്ചതാണ്. We are already learned what is noun and pronoun. Noun is a name and a pronoun is we use the word instead of a noun. Okay, clear? And the next one is adjective. Adjective is a word that modifies or describes a noun or pronoun. Noun-നെയോ pronoun-നെയോ explain ചെയ്യാൻ മീൻസ് കുറച്ചുകൂടെ നമ്മൾ എലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഫോർ എക്സാമ്പിൾ, മീര. മീര മീര ഇസ് എ noun അല്ലെ? മീര the word അല്ലെങ്കിൽ മീര is a name. മീര എന്ന് പറയുന്ന നെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് noun ആണ് അല്ലെ? സോ ഞാൻ ഒരു സെന്റൻസ് പറയാണ്, മീര ഇസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. മീര ഇസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുന്ന സെന്റൻസിലെ മീരയെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഏതാണ്? ബ്യൂട്ടിഫുൾ.
Beautiful. Yeah. Beautiful. അപ്പൊ beautiful എന്താണ്? Adjective. Adjective ആണ്. Clear? Yeah. അപ്പൊ നോട്ട് എഴുതിക്കോളൂ കേട്ടോ. Check your notebook and write out the heading, adjective, and you can write down the definition, whatever text. Okay. Then okay. അപ്പൊ ഡെഫിനിഷൻ ചെയ്താ then നിങ്ങൾ എഴുതേണ്ടത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് അത് മലയാളത്തിൽ എഴുതിയിരിക്കുക. adjective കുറിച്ച് എന്താണോ മനസ്സിലായത് അത് മലയാളത്തിൽ എഴുതിക്കുക. ഓക്കെ, ക്ലിയർ? adjective എന്താണ്? ഒരു നൗണിനെയോ പ്രോനൗണിനെയോ. ഇപ്പൊ മീര എന്ന് പറയുന്ന നൗൺ ആണ്. അപ്പൊ മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുന്ന സെന്റൻസിലെ ബ്യൂട്ടിഫുൾ എന്താണ്? നൗൺ, adjective ആണെന്ന് മനസ്സിലായി. ഇനി മീരയ്ക്ക് പകരം ഞാൻ യൂസ് ചെയ്യണം, അവിടെ ഷീ എന്ന് യൂസ് ചെയ്യും അല്ലെ? മീര ഇസ് എ ഗേൾ, ഷീ ഹാസ് എ ലോങ് ഹെയർ. ഷീ ഹാസ് എ ലോങ് ഹെയർ എന്ന് പറയുമ്പോൾ ഷീ ആണ് അവിടെ പ്രോനൗൺ ആയിട്ട് വരുന്നത് അല്ലെ? അപ്പൊ പ്രോനൗണിനെ മോഡിഫൈ ചെയ്തപ്പോൾ ഞാൻ യൂസ് ചെയ്തത് എന്താണ്? ഷീ ഹാസ് എ ലോങ് ഹെയർ. അവിടെ എന്താ യൂസ് ചെയ്തേ? long. Yeah, long is an adjective. Is an adjective in this word. Sorry, in this sentence. Clear? അപ്പൊ നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് adjective എന്ന് പറയുന്നത്. For example, she is a beautiful girl, and underline that word, beautiful. And next one is she has long hair. She is a pronoun and long is adjective. Okay, ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യാട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എനിക്ക് മെസ്സേജ് ചെയ്യാം. ടെക്സ്റ്റ്. ഓക്കെ, ഒന്നൂടെ ഇടാമോ മിസ്സേ? എന്റെ പോയത് ഡെഫിനിഷൻ ആണോ? ആ Okay, I sent it and you can write now. കേൾക്കില്ലല്ലോ, ഞാനിവിടെ മ്യൂട്ട് ചെയ്തിരിക്കുകയല്ലേ, ഇവനെങ്ങനെ കേൾക്കാം? അത് നോട്ട് എഴുതൂ, നോട്ട് എഴുതി കംപ്ലീറ്റ് ആക്കുമ്പോ എന്നോട് പറയൂ കേട്ടോ.
എന്നിട്ട് ബാക്കി ഞാൻ ക്ലാസ് എടുക്കാം. ഓക്കെ? രണ്ട് ഡെഫിനിഷനാണോ എഴുതേണ്ടത്? അഡ്ജക്റ്റീവിന്റെ ഡെഫിനിഷൻ ഏതാ? അത് കൂടാതെ നമുക്ക് ഞാൻ ഒബ്ജക്റ്റീവിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ നിന്ന് മലയാളത്തിൽ എന്താണോ മനസ്സിലായത് അത് ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ. കാരണം ഈ നോട്ട് നമ്മുടെ മാത്രമാണ്, വേറെ ആരും വന്ന് നോക്കിയൊന്നുമില്ല. സോ അഡ്ജക്റ്റീവ് എന്താണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡൗട്ട് വരുന്ന നിമിഷം നിങ്ങൾക്ക് ഈ നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. സോ അതിനു വേണ്ടി നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിട്ട് നിങ്ങൾ എപ്പോഴും നോട്ട് എഴുതിക്കുന്നത്. അല്ലാതെ കുറെ ഡെഫിനിഷനും കാര്യങ്ങളും പഠിച്ചു വെച്ചത് കൊണ്ട് ഒന്നും എല്ലാം അറിയാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട. കാരണം നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്നൊരു കാര്യമാണ് ഡെഫിനിഷൻ എല്ലാം മുതിച്ചു വെക്കും. എന്നാൽ അഡ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ മാത്രമേ പറയാൻ പറ്റൂ. അങ്ങനെയാണോ പറയേണ്ടത്? ഞാൻ ഇപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് അഡ്ജക്റ്റീവ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും എന്നത് പറഞ്ഞാല്? മനസ്സിലാവും. ഡെഫിനിഷൻ പറഞ്ഞു, ഡെഫിനിഷൻ നോട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞു, കഴിഞ്ഞു. ഒരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താണ് അഡ്ജക്റ്റീവ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഇത് ചോദ്യം. പറ്റോ? ഇല്ല. അപ്പൊ എന്താ, വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കണ്ടേ അല്ലെ? എന്താണ് അഡ്ജക്റ്റീവ് എന്ന് ചോദിക്കുമ്പോൾ നൗണിനെയോ പ്രൊനൗണിനെയോ മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. എന്നിട്ട് ഒരു എക്സാമ്പിളോട് കൊടുക്കുക. ഷീസ് ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുന്ന സെന്റൻസിലെ ബ്യൂട്ടിഫുൾ ആണ് എന്ത് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. കാരണം നമ്മള് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ ആയിരിക്കും മോഡിഫൈ ചെയ്യുക. മീൻസ് അതിനെ കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ പറയാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഷീസ് എ ഗേൾ, അവളൊരു ഗേൾ ആണ്, അത് നമുക്ക് എല്ലാവരും പറയും. പക്ഷെ അവളൊരു നല്ല കുട്ടിയാണ്, അല്ലെങ്കിൽ അവളെ കാണാൻ നല്ല ഭംഗിയാണ്, അവളെ കുറച്ചൊരു സ്മാർട്ടാണ്, ഇന്റലിജന്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ അവളെ നമ്മൾ പിന്നെയും വർണ്ണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമുക്ക് ഏകദേശം അവളെ കുറിച്ച് ഐഡിയ ഉണ്ട് അല്ലെ? അപ്പൊ ആ പറയുന്ന എല്ലാ വേർഡുകളും എന്താണ് ശരിക്കും അഡ്ജക്റ്റീവ് ആണ് അല്ലെ? നമ്മളെ ഡിസ്ക്രൈബ് ചെയ്യുന്നല്ലേ നമ്മൾ ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ് അഡ്ജക്റ്റീവ് ആണ്. സോ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ വളരെ വ്യക്തമായിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. കേട്ടല്ലോ? ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കോളൂ, മലയാളത്തിൽ എഴുതിക്കോളൂ. നിങ്ങളുടെ നോട്ടാണ്, നിങ്ങൾ മാത്രം കാണുന്ന നോട്ടാണ്, എങ്ങനെ വേണം നിങ്ങൾക്ക് എഴുതി. കേട്ടോ? എഴുതിക്കോളൂ കേട്ടോ. ഇത് കഴിയുമ്പോ പറയണേ, എന്നിട്ട് എനിക്ക് കേൾക്കണം നിങ്ങൾ എന്താ നോട്ട് എഴുതിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് നിങ്ങൾ എന്നോട് പറയണം. ഓക്കെ? എഴുതൂ, കംപ്ലീറ്റ് ആകുമ്പോ പറ.
Okay, complete ആയോ? Okay, is it finished? Yeah, finished. Okay, complete ആയവരൊന്ന് പറഞ്ഞേ. Or do you write on your notebook or in your notebook? What is adjective? Can you present it? Present ചെയ്യാൻ പറ്റോ? എന്താണ് adjective? നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ പറയാം. Okay, in English or Malayalam, whatever. ഞാൻ പറയട്ടെ. നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അഡ്ജക്റ്റീവ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു പെൺകുട്ടീനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവളെ കാണാൻ നല്ല ഭംഗിയാണ്, നമ്മൾ പറയുന്ന ഭംഗിയിൽ അഡ്ജക്റ്റീവ് എന്ന വാക്ക് ചേർക്കുന്നു. ഷീസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. പിന്നെ ഷീസ് എ ലോങ് ഹെയർ ഗേൾ. അപ്പൊ അവിടെ ലോങ് അത് അഡ്ജക്റ്റീവ് ആയിട്ട് വരും. ഈ പറഞ്ഞത് ഇംഗ്ലീഷ് പറയാൻ പറ്റും നോക്കി. ദേവി എക്സാമ്പിൾ വേണ്ട, മൊത്തം ഇംഗ്ലീഷ് പറയാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ചിഞ്ചുവിന് ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ കറക്റ്റായിട്ട് അറിയില്ല, കുറച്ച് മാത്രമേ അറിയുള്ളൂ. അതെനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയും. ഓക്കെ, സോ ആ പറ്റുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് പൊട്ടത്തെറ്റൊന്ന് വിളിച്ച് പറയും. ഈ തെറ്റ് കേട്ടാൽ മതി, കറക്റ്റായിട്ട് പറയണമെന്നില്ല, പൊട്ടത്തെറ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. പോവണ്ട, ആവി കൂടിയോ? ഇംഗ്ലീഷിനെ പേടിക്കരുത്. പോയില്ല, എവിടെയുണ്ട്? പറയോ നിങ്ങള് ധൈര്യമായിട്ട്. The word modify describe a noun or pronoun. For example, she is a beautiful girl, she is a long hair girl, she is intelligent girl. That's all. അപ്പൊ നമ്മളൊരു പെൺകുട്ടി എടുക്കുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞില്ല, അത് പറയും. നമ്മളൊരു കാര്യം പറഞ്ഞല്ലോ, നമ്മൾ പെൺകുട്ടി പറയുകയാണെങ്കിൽ അതൊക്കെ പറഞ്ഞില്ലേ? അല്ല, മലയാളത്തിൽ ഡിസ്ക്രൈബ് ചെയ്തല്ലോ. ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളിപ്പോ ഇന്റലിജന്റ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ മലയാളത്തിൽ? അത് ഇംഗ്ലീഷിൽ പറയൂ. Example. She's a intelligent girl. Then she's a long hair girl. അതല്ലേ പിന്നെ എന്തുവാ? ഓട്ടെ, ഇനി കുറച്ച് പേര് പേടിച്ചിരിപ്പുണ്ടാവും, അവര് വിളിക്കാൻ നമുക്ക്. ഓക്കെ, ചിഞ്ചു മ്യൂട്ട് ചെയ്തോളൂ. ഇനി ബാക്കി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്യും. Adjective is a word that modifies or describes a noun or pronoun, which means a person or a quality of a thing or color, size, etc. For example, she is a beautiful girl. In that sentence, the word beautiful describes a girl, and she has a long hair. In that sentence, the word long means it describes the hair. And a small bird and a sweet apple. There, in that two sentences, small and sweet is adjective. The word small describes bird and the sweet describes apple. Yeah, okay. And who's next? ഞാൻ പറയാം. Okay. The adjective is a word that modifies or describes a noun or pronoun, which means that provides the additional information about a noun. That means it may be person, place, thing, etc. That provides the additional information of qualities, characters, size. Let me all. For example, the flower. A flower. It is a beautiful flower. It smells very good. In this sentence, the beautiful is
adjective, and it smells very nice. Smell is the adjective. Sweet smell is sweet smell. Yeah. Or That's all. Okay. Then next ആരുമില്ല, കാരണം എല്ലാവരും പോയി. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞപ്പോ വന്നുണ്ട് എല്ലാവരും പോയി. ആ സമയം ഞാൻ കുറച്ച് വർത്താനം പറഞ്ഞപ്പോ എത്രയോ പേരുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞാൻ സംസാരിക്കുന്നതാണ് കേൾക്കേണ്ടത്, ഈ ക്ലാസ് ആണോ? Which one you prefer? Talking or class? Talking or teaching? ഏത് വേണം? ടീച്ചിങ് വിത്ത് രണ്ടും ടോക്കിംഗ്. വേണം. രണ്ടും വേണം. അല്ലെ, ടീച്ചിങ് വിത്ത് ടോക്കിംഗ്, അതാണ് ആവശ്യം. മനസ്സിലായി. പക്ഷെ ടോക്കിംഗ് മാത്രമേ വേണ്ടോ കുറച്ചവർക്കൊക്കെ. കുറച്ചവർക്ക് പോയി രക്ഷപ്പെട്ടു. ഓക്കെ, ചിഞ്ചു ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞപ്പോ എന്ത് തോന്നി? ചിഞ്ചു പോയോ? ഇല്ല ഉണ്ട് ഇവിടെ. ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞപ്പോ എന്ത് തോന്നി? പേടിയായി. ഇതിൽ എത്ര പേര് പേടിച്ചിരിപ്പുണ്ട്? എന്ന് പറഞ്ഞേ, സത്യസന്ധമായിട്ട് മറുപടി പറയും. എത്ര പേര് ഇതിൽ പേടിച്ചിരിപ്പുണ്ട്? ഇതുവരെ ഇല്ലാത്തൊരു പേടി ഇപ്പൊ കേറി വന്നോ? സത്യം പറയാം, ആദ്യം സത്യം പറയാം. അതാണ് പ്രശ്നം. നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? നിങ്ങൾ ആരെയും പേടിക്കുന്നേ? അത് പറയാം, നിങ്ങൾ ആരെയും പേടിക്കുന്നേ? പറയണമെന്നുണ്ട്, പക്ഷെ അങ്ങ് എന്തോ ഒരു ആരോ പിടിക്കുന്ന ഒരു ഫീല്. ഇതിനെ പിടിക്കുന്നില്ല, നമ്മളെന്നെ പിടിക്കുന്ന. വേറെ ആരും തന്നെ പിടിക്കില്ല. നമ്മളെ തന്നെ പിടിക്കുന്നു. അതാണ് സത്യം. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാവരോടും കൂടിയാ പറയുന്നേ, ഒരാളോട് മാത്രമല്ല, എല്ലാവരും മനസ്സിലാക്കാം. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം എന്നല്ല. മനസ്സിലായോ? എല്ലാവരും ക്വാളിഫൈഡ് ആണ്. പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, വാട്ടെവർ എന്തോ ആവട്ടെ, ക്വാളിഫൈഡ് ആണ്. പക്ഷെ ഇന്ന് നമ്മൾ എന്നീ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ, ഞാൻ അന്ന് പറഞ്ഞു നിങ്ങൾ ഇനി 1 മുതൽ പഠിക്കുകയാണ്. സോ ക്വാളിഫിക്കേഷൻ അവിടെ നിൽക്കട്ടെ, അത് വേണ്ട. മനസ്സിലായോ? എല്ലാവരും ഒരേപോലെ ഇംഗ്ലീഷ് പഠിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചാല് ഇവര് നിങ്ങൾ ആരും കളിയാക്കില്ല. ഓക്കെ, അതുകൊണ്ട് എന്ത് പൊട്ടത്തെറ്റ് വേണമെങ്കിൽ വിളിച്ചു പറയും ധൈര്യമായിട്ട്. ധൈര്യമാണ് ആദ്യം വേണ്ടത്, അതാണ് ഇല്ലാത്തത്. മിസ്റ്റേക്സിലൂടെ മാത്രമേ പഠിക്കൂ, അതാദ്യം മനസ്സിലാക്കൂ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആദ്യമേ ഓടി പോവാണോ ചെയ്യുന്നേ? ആണോ? അല്ലല്ലോ. ആ, പിന്നെ എങ്ങനെ ഇവിടെ വരെ എത്തി? എഴുന്നേറ്റൊക്കെ എത്തി. അതെ, എന്നാ വീണു. ഇനി നടക്കണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റോ? ഇല്ല. എന്നാ സംസാരിക്കണ്ട, പറ്റണില്ല. സംസാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ സംസാരിക്കോ? ഇല്ല. നിങ്ങൾ പറഞ്ഞ മലയാളം ആദ്യം പറഞ്ഞൊക്കെ നല്ല ശരിയായിരുന്നു, കറക്റ്റ് ആയിരുന്നു നിങ്ങൾ പറഞ്ഞത്. മക്കളുണ്ടല്ലോ അല്ലെ? മക്കളെങ്ങനെയായിരുന്നു കുഞ്ഞിലെ? ഒരു പറയുന്നില്ല, കറക്റ്റ് ആയിരുന്നല്ലേ? അല്ലേ? നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടികളായിരുന്നു എല്ലാവരും ജനിച്ചു വീണത്. അവര് പറയുന്നത് പൊട്ട തെറ്റല്ലേ? അതും പറഞ്ഞ് നമ്മള് കളിയാക്കിച്ചിരിക്കാൻ ചെയ്യാം ആണോ? കറക്റ്റ് ചെയ്യാറുണ്ടോ? സത്യം പറയൂ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. ചിലത് നമ്മൾ അവര് പറയുന്ന പോലെ അങ്ങോട്ട് പറയും, അവരുടെ അതേ ഭാഷയില് നമ്മളും അങ്ങോട്ട് മാറും. നമ്മളെങ്ങനെയാ? ഇപ്പൊ എന്തെങ്കിലും ബാഡ് വേർഡ്സ് ആണ് പറഞ്ഞെങ്കിൽ നമ്മൾ കറക്റ്റ് എങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയും. പക്ഷെ അല്ലാതെ അവര് പറയുന്ന എല്ലാ മലയാളവും നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്യില്ല അല്ലേ? എന്നിട്ട് എന്താ അവരെങ്ങനെയാന്ന് പഠിക്കുക? കേട്ട് തെറ്റിലൂടെ പറഞ്ഞ് പഠിക്കും അല്ലേ? അത് തന്നെയാണ് നിങ്ങളോട് എനിക്കോ ചെയ്യാൻ പറയുന്നത്. മിസ്റ്റേക്സ് വരും, ഒട്ട തെറ്റായിരിക്കും പറയാം, എന്നാലും കുഴപ്പമില്ല, പറയണം. മനസ്സിലായോ? കിട്ടുന്നില്ലെങ്കിൽ കിട്ടണ്ട. അഡ്ജക്റ്റീവ്സ് വേർഡ് ഇങ്ങനെ തപ്പി പിടിച്ചാലും പറഞ്ഞാൽ മതി. when we talk about a girl, ഇതിന് കിട്ടുന്നില്ല, കുറച്ച് മലയാളം പറയും, അത് തന്നെ പിന്നെയും ഇംഗ്ലീഷ് കേട്ടു. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരോട്? എല്ലാവരോടും കൂടിയാ പറയുന്നത്.
അതുകൊണ്ട് നിങ്ങൾ ഒരാളോട് സംസാരിച്ചുകൊണ്ട് ആരും നിങ്ങളെ മോശമായിട്ട് കാണുകയോ കളിയാക്കുകയോ ചെയ്യില്ല. അതാദ്യം മനസ്സിലാക്കും. ഇപ്പൊ ചിഞ്ചു സംസാരിച്ചു, എന്തെങ്കിലും അവിടെ പറഞ്ഞു, ബാക്കിയുള്ളവർ നിങ്ങൾ എന്താ ചെയ്തേ? ചിഞ്ചുവിനെ കളിയാക്കിയോ? ചിഞ്ചു പറയുന്നത് ശ്രദ്ധിച്ചിരുന്നോ? ചിഞ്ചു പറഞ്ഞു, ഇനി എന്നോട് ചോദിക്കോ? അല്ലേ? ഇനി എനിക്കിതുപോലെ പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിലല്ലേ നിങ്ങൾ ആലോചിച്ചത്? അല്ലേ? ഇനിയടുത്ത് ഞാനായിരിക്കോ? ഇതൊക്കെയാണ് ആലോചിക്കുക. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന ഇംഗ്ലീഷ് ഒന്നും അവർ കേൾക്കില്ല. മനസ്സിലായോ? അവർ ചിന്തിക്കുന്ന അടുത്ത ഞാനായിരിക്കോ എന്നായിരിക്കും കേട്ടോ. അല്ലാതെ നിങ്ങൾ പറയുന്ന കേൾക്കാനുള്ള അവർക്ക് അതൊന്നും നേരത്തെ തലയിൽ കയറില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റ് ആണോ തെറ്റാണോ എന്തൊക്കെയാ പറയുന്നേ അതായിരിക്കും ചിന്തിക്കുന്നത്. ചിന്തു പറഞ്ഞു, എനിക്കും പറയണ്ടേ, പേടിയാണ്. പക്ഷെ ഞാൻ എങ്ങനെ അൺമ്യൂട്ട് ചെയ്യാം എന്നൊക്കെ ആലോചിച്ചേക്കാണ് നിൽക്കാം, ടെൻഷൻ അടിച്ചേക്ക് നിൽക്കാം. മനസ്സിലായോ? അതുകൊണ്ട് ധൈര്യമായിട്ട് പറയും, പേടി വേണ്ട. ഓക്കെ? ഞാനും പെർഫെക്റ്റ് ഒന്നല്ല, ഞാൻ അത്ര നന്നായിട്ട് ഞാനും ഇംഗ്ലീഷ് പറയില്ല. പോരെ? സപ്പോർട്ടബിളാ പോരെ? ഓക്കെ, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയും. കേൾക്കുന്നുണ്ടോ? അവിടെ ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോ പേടിച്ചിനി ഓടണ്ട. ഇത്രയും നാൾ ഓടിയില്ലേ, ഇനി ഓടണോ? ഇനി ഓടണ്ട കേട്ടോ. നിങ്ങൾക്ക് കൂടെ പയ്യെ നടന്ന് പഠിക്കാം, വെച്ച് വരാം. പതുക്കെ നടക്കാൻ പറ്റിയാലോ, ഓടാൻ പറ്റിയില്ലെങ്കിലും പതുക്കെ നടക്കാൻ പറ്റിയാലോ, അത് മതി. മതിയില്ലേ? ഓക്കെ, ഇനി പറയും, ഇംഗ്ലീഷ് പറയും, കേക്കട്ടെ. വാട്ട് ഈസ് adjective? ഞാൻ പറയാം. Adjective is a word that modifies or describes a noun or pronoun. For example, she is beautiful girl, Ram is intelligent boy. The first example, she is beautiful girl. In this word, the adjective is beautiful. And the second one, Ram is intelligent boy. In this word, the adjective is intelligent. We have described the Ram intelligent. That's all. Describe about yeah, okay, that's all. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മള് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെ പറയാൻ പറ്റും അല്ലെ അങ്ങനെ പറയാൻ പറ്റും, നമ്മൾ പ്രിപ്പയർ ചെയ്യും. ആ പ്രിപ്പറേഷനിലൂടെയാണ് നമ്മൾ പഠിക്കുക. മനസ്സിലായോ? അപ്പൊ കുറച്ചെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് പറയണമല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ കുറച്ച്, ഇപ്പൊ കുറെ പേരെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്യാത്തവരാരും ഉണ്ടാവില്ല. ഗൂഗിൾ ട്രാൻസ്ലേഷൻ എല്ലാം എടുത്തിട്ടുണ്ടാവും ഇപ്പൊ മിക്കവരും. അങ്ങനെ നമ്മൾ പഠിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ അതിനെ തന്നെ ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പൊ എന്നോട് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ സെർച്ച് ചെയ്ത് നമ്മൾ പറഞ്ഞ് അങ്ങനെയാണ്, പ്രാക്ടീസിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്ന് പഠിച്ചല്ലോ അല്ലെ? ഇനി ആഡ്വേർബ് എന്താണെന്ന് നോക്കാം. ആഡ്വേർബ് വെർബ് എന്താണ്? Action. ഇപ്പൊ ഇതുവരെയും സംസാരിച്ചിരുന്നത് ഒരാളെ പറ്റിയാണ്, ആളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ തിങ്കിനെ കുറിച്ചോ എന്തെങ്കിലും കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന ആഡ്വേർബ് ആണ്. ആഡ്വേർബ് എന്താണ്? ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ചാണ് മോഡിഫൈ ചെയ്യുമ്പോൾ ആഡ്വേർബ് ആകുന്നത്. ഓക്കെ, ഇപ്പോ ഷീ സിംഗ്സ് ബ്യൂട്ടിഫുള്ളി, അവള് നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് എന്ന് പറയുമ്പോ അവൾ ചെയ്ത പ്രവൃത്തിയായ പാട്ട് അല്ലെ, പാടിയതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് എന്താണ്? ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്ന വേർഡാണ്. അതാണ് എന്ത്? ആഡ്വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു അനിമലോ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ത്? ആഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? Adjective is a word that modifies or describes an action. പിന്നെ അഡ്ജക്റ്റീവോ? ഏത് അഡ്ജക്റ്റീവ്? അല്ല, adverb. അങ്ങനെ പറയാം. പെട്ടെന്ന് പറഞ്ഞു. Yeah, so adverb is a word that modifies or describes
a verb. Verbനെ modify ചെയ്യും. Action verb forward verb. Action verb നമ്മൾ പറയാറുണ്ട്. അപ്പൊ verb എന്ന് പറയും. ഓക്കെ, എഴുതിക്കൊള്ളൂ കേട്ടോ. അപ്പൊ നോട്ട് എഴുതാം. Adverb എന്താണ്? വെർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് adverb എന്ന് പറയുന്നത്. Adverb is a word that modifies or describes a verb. Okay. For example, she sings a song beautifully and he played cricket very carefully. Okay. And he drives the car carefully. ഇതൊക്കെ പറയാം. carefully ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അവിടെ നന്നായിട്ട് പാട്ട് പാടുന്നു. And he played cricket very well. എന്ന് പറയാം. ടൈപ്പ് ചെയ്യണം. എന്തിനാ ടൈപ്പ് ചെയ്യുന്നേ? ടൈപ്പ് ചെയ്യണ്ട. കാണുന്നല്ലോ, കുഞ്ഞു കുട്ടികളാണോ നിങ്ങള്? ആണോ? വീണ പിന്നെ എന്താ ചെയ്യണ്ടേ? ഡിഗ്രി കഴിഞ്ഞോ? ഓക്കെ, ഡ്രൈവിംഗിലാണ്. ഓക്കെ. അല്ല, ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് IT ഫൈറ്റ് ഡേറ്റ എൻട്രി പഠിക്കാൻ പോയത് കമ്പ്യൂട്ടർ. അത് കഴിഞ്ഞിട്ട് ഈ കോഴ്സ് പഠിക്കാൻ കയറിയത്. ഓക്കെ, എന്നിട്ട് ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല? കേട്ടാൽ മനസ്സിലാറില്ല? അറിയാം, സ്പെല്ലിങ്ങും ചിലപ്പോ തെറ്റും. അതാ മിസ്. അതൊക്കെ നമുക്ക് ഓർമ്മയിൽ നിൽക്കണം. സ്പെല്ലിംഗ് ഓർമ്മയിൽ നിൽക്കണം. അറിയാം, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം കേട്ടല്ലോ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ തന്നെ നോക്കാം. He drives the car carefully and she sings a song beautifully. സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നതാണ് കേട്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ശ്രമിക്കണം, കേട്ട് പഠിക്കണം. ഇത് പറഞ്ഞപ്പോ എനിക്ക് കാര്യം പറയാൻ ഓർമ്മ. അത് ഞാൻ പറയാം. She sings a song beautifully and he drives the car carefully and again he played cricket very well. മൂന്ന് എക്സാമ്പിൾ തന്നെ ധാരാളമാണത്. ബ്യൂട്ടിഫുള്ളി, കെയർഫുള്ളി ആൻഡ് വെരി വെൽ എന്ന് പറയുന്നത് adverb ആണ്. ഓക്കെ, ഇത് പറഞ്ഞപ്പോഴാണ്, എഴുതാൻ പറഞ്ഞപ്പോഴാണ് എന്റെ അമ്മ ഇംഗ്ലീഷ് ബോർഡിൽ എഴുതി തരില്ല, പറഞ്ഞാലേ മാത്രമേ എഴുതിക്കണം എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് പഠിത്ത ദിവസമുള്ള എന്റെ അമ്മ ആലോചിച്ചു. അത് പറഞ്ഞിപ്പോ എന്നെ അവിടെ കളിയാക്കും. ഞാനാവൂല, വെറുതെ ഇംഗ്ലീഷിനെ പേടിച്ച് പഠിത്തം ഞാൻ കളിയാക്കും. അത് പറഞ്ഞ പോലെയാണ്. ഞാൻ ടെക്സ്റ്റ് ചെയ്യില്ല കേട്ടോ, കേട്ട് എഴുതാം. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. ടെക്സ്റ്റ് ചെയ്തില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പാവാ ടെക്സ്റ്റ് ചെയ്യുന്നത്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ adverb എന്താണ്? Adverb is a word that modifies or describes a noun or pronoun. And for example, she sings a song beautifully, he drives the car carefully, he played cricket very well. These are the examples of adverb. അപ്പൊ ഞങ്ങൾക്ക് കേട്ട് എഴുതാൻ പറ്റും. എന്തായാലും പരിഹരിച്ചു, ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതാം. ഇത് സ്പീഡ് കൂടുതലാ, എല്ലാരും പറയുന്നുണ്ട് അത്, പക്ഷെ അത് മാറ്റാൻ പറ്റത്തില്ല. എന്താണാവോ അറിയില്ല എനിക്ക്. അതെന്തോ ഒരു ഹാൻഡിക്യാപ്റ്റ് പോലെയാണെന്ന് പറയില്ലേ, ഹാൻഡിക്യാപ്റ്റഡ് ആയ ആൾക്കാർ. അതുപോലെ എനിക്ക് എന്റെ സ്പീഡ് ഒരു അസുഖമാണ്. എല്ലാ ക്ലാസ്സിൽ നിന്ന് എനിക്ക് വരുന്ന കോമൺ കമന്റ് ആണ് എന്റെ സ്പീഡ്. ഇതുവരെ മാറ്റാൻ സാധിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങളെ എന്റെ കൂടെ നിങ്ങൾ കൊണ്ടുവരും. ഞാൻ അങ്ങനെ ചെയ്യാറ്. സ്പീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ വരാം, പിന്നെ നിങ്ങളത് ശീലമാവും. കഴിഞ്ഞോ? അങ്ങനെ മതി, ഞാൻ എത്തിയില്ലേ? 25 കഴിഞ്ഞു, ടൈമായില്ലേ? ശരിയാ, ക്ലാസ് നോക്കുമ്പോ കുറച്ച് ആണോ? ശരിയാ, നിങ്ങൾ റെക്കോർഡ് ക്ലാസ് ആണല്ലോ. എന്തിനാ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ ആരെങ്കിലും റെക്കോർഡ് ക്ലാസ് കാണോ?
അത് ഒട്ടും ഞാൻ എൻകറേജ് ചെയ്യില്ല കേട്ടോ. ഭയങ്കര വൃത്തികെട്ട ക്ലാസ്സാണ് എനിക്ക്. പണ്ടെങ്ങാനും ഞാൻ കണ്ടതാണ് എന്റെ ക്ലാസ്. അന്ന് എനിക്ക് മനസ്സിലായി, ഷോ ഇത് എങ്ങനെ നിങ്ങൾ കാണുന്നത്. ഒന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയും ചിലപ്പോ ക്ലാസ് കാണണ്ട, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ വന്ന് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. റെക്കോ ക്ലാസ് കാണണ്ട, എന്നോട് ചോദിക്കും, അല്ലെങ്കിൽ ഇവരോട് ചോദിക്കും. ഗ്രൂപ്പിൽ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിക്കാം, എന്നിട്ട് മാത്രം കാണാം. ഗ്രീഷ്മ മിസ്സായിരുന്നു ക്ലാസ്, അത് നോക്കിയത്. അപ്പൊ നല്ല ബുദ്ധിമുട്ടാ മിസ് പറയുന്നത് എഴുതാൻ, റിപ്പീറ്റ് അടിച്ച് കാണേണ്ടി വരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ എന്റെ റെക്കോർഡ് ക്ലാസ് കാണുന്നത് ആൾക്കാർ പൊതുവെ കുറവാട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് അധികം ആർക്കും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ക്ലാസ്സിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി വന്ന് ചോദിക്കണേ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, മാക്സിമം ഞാൻ അതൊക്കെ പറയാൻ ശ്രമിക്കാം. നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ സമയമില്ല, പോകാൻ ടൈം ആയിരിക്കുന്നു. ഇനി നമുക്ക് എന്ത് കാണാം, മൺഡേ കാണാം. ഓക്കെ, അഡ്ജക്റ്റീവും ആഡ്വർബും പഠിച്ചിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ചോദിക്കാം, ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഓക്കെ, അതൊന്നും പറയാനില്ലല്ലോ അല്ലെ? ഇല്ലല്ലോ. എന്റെ ക്ലാസ്സിനെ കുറിച്ച് ഒരു മിനിറ്റ്, എന്റെ ക്ലാസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിലെത്തുന്ന രീതിയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ്ലി എന്നോട് പറയാം കേട്ടോ. ഞാൻ ഈ തമാശയായിട്ട് പറയുകയാണെങ്കിൽ പോലും എനിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും സംസാരിക്കും. അത് എന്റെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്താണെങ്കിലും എന്നോട് ഡയറക്റ്റ്ലി സംസാരിക്കാം കേട്ടോ. അത് നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടല്ലോ. പറയൂ പെട്ടെന്ന് പറയൂ. അത് ഈ അഡ്വർബിൽ നമ്മൾ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുമല്ലോ, അത് വേർബിന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അതിന് മുമ്പ് കൊടുക്കാം അങ്ങനെയൊന്നുമില്ലല്ലോ? മോഡിഫൈ ചെയ്താൽ മതി, എവിടെയും പറയും, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഓക്കെ കേട്ടോ. താങ്ക് യു ഓൾ, ആൻഡ് സീ യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.